പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ബോന്തിത കട്ടിലിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ കരയാണ്. അയ്യോ ഞാൻ എന്ത് ചെയ്യും, എല്ലാവരും അറിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ അമ്മേനെ എല്ലാവരും ചീത്ത പറയുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ കരയുന്നുണ്ട്. അവളുടെ ആ സത്യം എല്ലാവരും അറിയുമല്ലോ, അവൾ ബെഡിലൊക്കെ ഇങ്ങനെ മൂത്രമൊഴിച്ച് വെക്കണത് എല്ലാവരും അറിയുമെന്നുള്ള പേടികൊണ്ടാണ് അവൾ അവിടെ ഇരുന്ന് കരയുന്നത്. അപ്പോൾ ബാക്കിൽ വാതിൽ തുറന്നിട്ട് സൗദാമിനിയാവും വരുന്നുണ്ടാവും. പക്ഷേ ബോന്തിതയുടെ വിചാരം അത് അനിരുദ്ധാണ്, അല്ലെങ്കിൽ ആ വീട്ടിലത്തെ മറ്റുള്ളവരാണെന്ന് വെച്ചിട്ട് അവളാകെ പേടിച്ചിട്ട് എന്നെ അടിക്കല്ലേ, എൻ്റെ അമ്മേനെ ഒന്നും ചീത്ത പറയല്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ നല്ല കരഞ്ഞിട്ട് നല്ല പേടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ സൗദാമിനി അവളുടെ അടുത്തേക്ക് വന്ന് പറയാണ്, ബോന്തിത നീ കരയണ്ട, നിനക്ക് എന്നെ വിശ്വാസമില്ല, ഞാൻ ആരോടും പറയില്ല എന്ന് നിനക്കറിയില്ല എന്ന് പറയുമ്പോൾ ബോന്തിത പറയാണ്, എനിക്ക് നിങ്ങളെ മാത്രമേ ഈ വീട്ടിൽ വിശ്വാസമുള്ളൂ, നിങ്ങളെ എനിക്ക് നല്ല ഇഷ്ടമാണ്, നിങ്ങളുടെ നല്ല സ്വഭാവമാണെന്ന് പറഞ്ഞിട്ട് സൗദാമിനിയോട് അവളിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സൗദാമിനിയോട് പറയാണ്, നീ പോയിട്ട് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് പോയോ, ഈ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് പോയോ, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ ബോന്തിത പറയുന്നുണ്ട്, നിങ്ങൾ എത്ര നല്ല സ്വഭാവമുള്ള ആളാന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കുളിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. സൗദാമിനി അവളെ നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, ബോന്തിത നീ എന്താ വിചാരിച്ചത്, നിന്നെ ഞാൻ സഹായിക്കുകയാണെന്നോ, നിന്നെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഞാൻ എല്ലാവരെയും അറിയിച്ചു കഴിഞ്ഞു, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചു കഴിഞ്ഞു, ഇപ്പോൾ എല്ലാവരും നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ബോന്തിതനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാനാണ് കാണിക്കുന്നത്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ടൈമിൽ അനിരുദ്ധ് ഇങ്ങനെ പറയാണ്, എനിക്കൊരു വൃത്തിയായിട്ട് സ്മെല്ല് എടുക്കുന്നുണ്ട്, ബാത്റൂമിൻ്റെ സ്മെല്ല് ഇങ്ങനെ എടുക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ത്രിലോചൻ പറയാണ്, നിനക്കിപ്പോൾ ആ മൈൻഡ് തന്നെ ഉള്ളോ, നിൻ്റെ മനസ്സിൽ ഇപ്പോൾ അത് തന്നെ ഉള്ളല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധിൻ്റെ അച്ഛൻ പറയാണ്, നീ ഈ സമയത്തെങ്കിലും കഴിക്കുന്ന സമയത്തെങ്കിലും ഈ ബാത്റൂമിൻ്റെ കാര്യമൊന്നും പറയാണ്ടിരിക്കുമെന്ന് പറയുമ്പോഴാവും അവിടേക്ക് ബട്ടൂക്ക് ആ ബോന്തിത പുറത്തേക്ക് ഇട്ട ബ്ലാങ്കറ്റൊക്കെ എടുത്തിട്ട് വരുന്നുണ്ടാവുക. എന്നിട്ട് അവരോട് പറയാണ്, ഇതിൽ നിന്നാണ് ഈ മണം എടുക്കുന്നത്, ഇതാരെ ചെയ്തെന്നറിയോ, ഇത് ഈ വീട്ടിലത്തെ ഒരാളാണ് ചെയ്തതെന്ന് പറയുമ്പോൾ അനിരുദ്ധ് പറയാണ്, ആര് ചെയ്യാനാണ് ഈ വീട്ടിൽ, ഇവിടെ എല്ലാവരും വലിയ ആൾക്കാരല്ലേ, ആര് ചെയ്യാനാന്ന് പറയുമ്പോൾ ബട്ടൂക്ക് പറയണേ, ഇത് ബോന്തിത ഏട്ടത്തിയാണ് ഇതൊക്കെ ചെയ്തേക്കണമെന്ന് പറയുമ്പോൾ അനിരുദ്ധ് പറയണേ, നീ നുണ പറയരുത് ബട്ടൂക്ക്, നുണ പറഞ്ഞാൽ നിനക്ക് ശിക്ഷ കിട്ടും പറയും. അപ്പോൾ ബട്ടൂക്ക് പറയും, ഞാനെന്തിനാ നുണ പറയണേ, ഏട്ടൻ്റെ ആ പെർഫ്യൂമൊക്കെ ഇത് മറക്കാൻ വേണ്ടിയിട്ട് അവൾ ഇതിൽ അടിച്ചു വെച്ചിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ത്രിലോചനും ബിനോയൊക്കെ അങ്ങനെ മൂക്കൊക്കെ പൊത്തിയിട്ട് ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ബിഹാരിയോട് അതെടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറയുമ്പോൾ ബിഹാരി എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ബോന്തിതനെയും സൗദാമിനിയെയാണ് കാണിക്കുന്നത്. സൗദാമിനി പറയാണ്, നീ പോയിട്ട് ബോന്തിത കുളിക്ക്, ഞാൻ പോയിട്ട് എന്താ ബ്ലാങ്കറ്റൊക്കെ കഴുകിയിടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബോന്തിത പറയാണ്, ആ ബ്ലാങ്കറ്റ് എങ്ങനെ കഴുകിയിടാനാ, ഞാനത് പുറത്തേക്ക് ഇട്ടില്ലേ എന്ന് പറയുമ്പോൾ സൗദാമിനി പറയാണ്, ഓയ്യോ ഇനി എന്താ ചെയ്യുക, ഇതിനി വീട്ടിലെല്ലാവരും അറിയില്ലേ നീയാണ് ഇതൊക്കെ ചെയ്തതെന്ന്, വീട്ടിലെല്ലാവരും അറിയില്ലേന്ന് അങ്ങനെ പറയും. കാര്യം സൗദാമിനിയാണ് അത് വീട്ടിലെല്ലാവരും അറിയിച്ചത് ബട്ടൂക്ക് വഴി. അപ്പം തന്നെ അടിയിൽ നിന്ന് ഇങ്ങനെ ത്രിലോചൻ ഇങ്ങനെ മരുമോളിൽ നിന്ന് ഉറക്കെ വിളിക്കുകയാണ് ബോന്തിതാനെ. ബോന്തിത പേടിച്ചിട്ട് സൗദാമിനിയുടെ ബാഗിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ പോവാണ്. അപ്പോൾ എന്നിട്ട് അവരെല്ലാവരും അവളെ നന്നായി ചീത്ത പറയുന്നുണ്ട്, നീയാണത് ചെയ്തതെന്നിങ്ങനെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പം ബോന്തിതാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, അയ്യോ എന്നെ ചീത്ത പറയല്ലേ, എന്നെ ചീത്ത പറഞ്ഞു, പക്ഷേ എൻ്റെ അമ്മേനെ ചീത്ത പറയല്ലേ എന്നാണ് അവൾ പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ സമ്പൂർണ്ണനെ കാണിക്കുന്നുണ്ട്. സമ്പൂർണ്ണ ഇങ്ങനെ റാന്തൽ ഇങ്ങനെ ഓഫാക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അതിലത്തെ ആ വെളിച്ചം കെടുത്താൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടെ സൗരഭ് വരുന്നുണ്ട്. പിന്നെ അവർ തമ്മിലുള്ളൊരു റൊമാൻറ്റിക് ഭാഗമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനൊന്നും നമ്മുടെ സമ്പൂർണ്ണ നിന്ന് കൊടുക്കുന്നില്ല. കാരണം ആ 5 ആടുകളെ കൊടുന്നല്ലാണ്ട് അവനായിട്ട് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ അവളിങ്ങനെ അവനെ തള്ളിയിട്ടിട്ട് അവിടുന്ന് പോവാണ്. അപ്പോൾ സൗരഭാണെങ്കിൽ ഇതെന്താന്നുള്ള രീതിയിൽ ആകെ വിഷമിച്ചിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ത്രിലോചൻ ബോന്തിതനെ ചീത്ത പറയുന്നതാണ് കാണിക്കുന്നത്. നിനക്ക് എന്താ, നീ എന്താ ഒന്നും മിണ്ടാത്ത, നീ എന്താ മിണ്ടാന്ന് നിൽക്കുന്നതെന്ന് ഇങ്ങനെ അവളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ അവളുടെ അടുത്തേക്ക് ഇങ്ങനെ വരാൻ വേണ്ടി നിൽക്കുമ്പോൾ അവൾ പറയണം, എൻ്റെ അടുത്തേക്ക് വരില്ല, ഞാൻ അശുദ്ധമാണ്, എന്നെ തൊട്ടാലൊക്കെ അശുദ്ധമാവെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ നിന്ന് സൗദാമിനിയുടെ ബാക്കിൽ ഇങ്ങനെ നിന്ന് കരയുന്നുണ്ട്. അപ്പോൾ ത്രിലോചൻ പറയുകയാണെങ്കിൽ നിനക്ക് എങ്ങനെ ഇങ്ങനത്തെ പെണ്ണിനെ കല്യാണം കഴിക്കാൻ തോന്നിയത്, നമ്മുടെ വീട് തന്നെ നശിപ്പിച്ചുല്ലോ, ആകെ അശുദ്ധമാക്കിയാലോ, ഇനിയിപ്പോൾ ഇവിടെ ഫുള്ള് പവിത്രമാക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ബിഹാരിയോട് പറയുകയാണെങ്കിൽ വീടൊക്കെ ഫുള്ള് പവിത്രമാക്കാൻ വേണ്ടി പറയാണ്, ഇതൊക്കെ അടിച്ചു കഴുകാൻ വേണ്ടി പറയാണ്. ടൈമിലൊന്നും നമ്മുടെ അനിരുദ്ധ ബോന്തിതനെ ഒന്നും പറയുന്നില്ല. കാരണം അവൾ ചെറിയ കുട്ടിയല്ലേ എന്നുള്ള മൈൻഡാണ് അവനക്ക്. പക്ഷേ സൗദാമിനിയുടെ വിചാരം അവനിപ്പോൾ അവളെ നന്നായി ചീത്ത പറയുന്നൊക്കെയാണ്. അപ്പോൾ പിന്നെ കാണിക്കുന്നത് ബിഹാരിയും അവിടെയുള്ള വേലക്കാരൊക്കെ കൂടിയിട്ട് അവിടെ അടിച്ചു കഴുകുന്നതാണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് ബോന്തിത നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ സൗദാമിനി ഇങ്ങനെ അനിരുദ്ധിനെ നോക്കുമ്പോൾ അവൻ ആകെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടാവും ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അറിയാനിരുദ്ധ നിനക്ക് ഇതൊന്നും തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്, നിനക്ക് ഭയങ്കര വൃത്തിയല്ലേ, അപ്പോൾ നീ എന്തായാലും അവളെ ഇനി വീട്ടിൽ നിന്ന് നിർത്താൻ പോകണില്ല, നീ നിൻ്റെ കൈകൊണ്ട് തന്നെ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് എനിക്കറിയാം, കാരണം നിനക്ക് അത്ര വൃത്തിയല്ലേ, ഈ വൃത്തിയില്ലാത്ത അവളെ നീ എന്തായാലും ഇവിടെ നിർത്താൻ പോകണില്ല എന്ന് സൗദാമിനി ഇങ്ങനെ ഒന്ന് ആലോചിക്കുന്നുണ്ട്. പിന്നെ ത്രിലോചനെ കാണിക്കുന്നത്. ത്രിലോചൻ ഇങ്ങനെ അവിടെ ഓരോ പൂജയുടെ അങ്ങനെ മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് അവിടെ ഇങ്ങനെ
വെള്ളമൊക്കെ ഇങ്ങനെ തെളിക്കുന്നുണ്ട്. ഇത് ബോന്തിയുടെ അടുത്തൊക്കെ എത്തിയപ്പോൾ ബോന്തിയുടെ മേത്തൊക്കെ ഇങ്ങനെ ആൾ തെളിക്കുന്നുണ്ട്. അപ്പോൾ ആളിങ്ങനെ വീഴാൻ പോവാണ് അവിടെ. അപ്പോൾ ഇത് കണ്ടിട്ട് ബോന്തി ഓടി ചെന്നിട്ട് ആളിനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ആളാകെ നല്ല ബഹളം വെച്ചിട്ട് പറയാണ്, നീയോ ശുദ്ധമല്ല, എന്നെ അശുദ്ധിയാക്കിയല്ലോ നീ പറഞ്ഞിട്ട് നല്ല ഉച്ചത്തിൽ അവളെ ചീത്ത പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് എല്ലാവരും ഓടി വരുന്നുണ്ട്. അനിരുദ്ധൊക്കെ ഓടി വരുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് ഇങ്ങനെ അവളുടെ അടുത്തേക്ക് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ചെല്ലുമ്പോൾ ത്രിലോചന പറയുന്നത്, നീ എന്ത് ഇനി ഇവളോട് പറയണേ, നീ എല്ലാവരോടും നുണ പറഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയാണ്, നിൻ്റെ അമ്മ നിനക്കൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ലേ, നീ എന്ത് പെണ്ണാണ് എന്നൊക്കെ ത്രിലോചന അവളെ നല്ല ചീത്ത പറയാണ്. അപ്പോൾ ബോന്തിത്ത പറയാണ്, എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്നെ അടിച്ചോ, വേണമെങ്കിൽ എന്നെ ശിക്ഷിക്ക്, എനിക്കൊരു പ്രശ്നമില്ല, പക്ഷെ എൻ്റെ അമ്മേനെ ഒന്നും പറയല്ല, എൻ്റെ അമ്മ കാരണമല്ലല്ലോ ഇതൊക്കെ ഉണ്ടായി, ഞാനല്ലേ കാരണം, ഞാനാണ് ഇത് ചെയ്തത്, അപ്പോൾ എന്നെയല്ലേ ശിക്ഷിക്കേണ്ടത്, എൻ്റെ അമ്മേനെ ഒന്നും പറയല്ലേന്ന് അവളിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴാവും ബിഹാരി അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് വരിക. അപ്പോൾ ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ബിഹാരി ഇങ്ങനെ പറയാണ്, ഇതിലും ആകെ മൂത്രമാക്കിയിട്ട് ആകെ ഈ സർട്ടിഫിക്കറ്റ് ആകെ നാശമായിട്ടുണ്ട്, ആരുടെ അനിരുദ്ധിൻ്റെ ആ വക്കീലായ സർട്ടിഫിക്കറ്റ് ആകെ നാശമായിട്ടുണ്ടാവും. അപ്പോൾ ഇതിനും അവളെ നല്ല ചീത്ത പറയുന്നുണ്ട്. അനിരുദ്ധിൻ്റെ അച്ഛനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ്റെ ഏറ്റവും വലിയ ഇതായിരുന്നു ആ സർട്ടിഫിക്കറ്റ്, അപ്പോൾ അതും നശിപ്പിച്ചൂലേ എന്നൊക്കെ ഇങ്ങനെ അവളെ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് നശിപ്പിച്ചത് ബോന്തിത്തല്ല. ബോന്തിത്ത ആ ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി നിന്നില്ലേ കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സൗദാമിനിയാണ് അതും അങ്ങനെ ഓരോ കളറൊക്കെ കൊടുത്തിട്ട് ആ സർട്ടിഫിക്കറ്റ് നശിപ്പിച്ചത് സൗദാമിനിയാണ്, ബോന്തിത്തേനെ എല്ലാവരും മുമ്പിലും ചീത്ത കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അനിരുദ്ധം ആകെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് നിസ്സഹായാവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടിയാണ് 33ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എല്ലാവരും ഈ വീഡിയോനെ കുറിച്ചിട്ട് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് കാണുമ്പോഴാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ എന്ന് കമൻറ്റ് ചെയ്യണ 2-3 ആൾക്കാരൊക്കെ ഉണ്ട്. അതിൽ ആശ പറഞ്ഞിട്ടൊരു അക്കൗണ്ടിൽ നിന്നും പിന്നെ അനൂസ് വേൾഡ് പറഞ്ഞിട്ടൊരു അക്കൗണ്ടിൽ നിന്നൊക്കെ എന്നും കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് മീ. നിങ്ങളുടെ കമൻറ്റൊക്കെയാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.